ഹായ് ഓൾ. ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് നോക്കാല്ലേ നമുക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിന്ന് 10 ക്വസ്റ്റ്യൻസും ഡയറി സയൻസിലുള്ളത് നോക്കാം. ദ ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ടോൺഡ് മിൽക്ക് ഈസ് മിനിമം. ടോൺഡ് മിൽക്ക് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അധികവും കിട്ടുന്ന മിൽക്ക് ടോൺഡ് മിൽക്കാണ്. അപ്പോൾ ടോൺഡ് മിൽക്കിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3% ആണ്. ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് പെർസെൻറ്റേജ് 3% ആണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഈ മിൽക്കിന്റെ കേസിൽ അതുപോലെ തന്നെ ഇതിന്റെ ഫാറ്റ് ആണ് 3%, ഇതിന്റെ SNF ഉണ്ട് 8%. ഇതുപോലെ തന്നെ വേറെ ഡബിൾ ടോൺഡ് മിൽക്ക് ഉണ്ട്. ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത് ഇത്, അതായത് നമ്മളിപ്പോ ടോൺഡ് മിൽക്ക് ഫസ്റ്റ് എല്ലാ ഇന്ത്യയിലും എവിടെയാണെങ്കിലും ഇത് FSSAIന്റെ റെഗുലേഷൻ ആണ്. മിനിമം 3% ഫാറ്റ് വേണം, 8.5% SNF വേണം. ഡബിൾ ടോൺഡ് മിൽക്കിന്റെ കേസിലാവുമ്പോൾ മിനിമം ഫാറ്റ് 1.3%. ഇത് ആദ്യം 1.5 ആയിരുന്നു, അതിപ്പോ മാറ്റി തന്നിട്ട് കഴിഞ്ഞ വർഷം തോന്നുന്നു നിലവിൽ വന്നത്. മാറ്റിയിട്ട് കുറച്ചായി, പക്ഷെ നിലവിൽ വന്നത് കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട്. 1.3%ഉം SNF എന്ന് പറയുന്നത് 9%. സോ ടോൺഡ് മിൽക്കിലെ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 3% ആണ്. അതിന്റെ SNF 8.5%ഉം. ഡബിൾ ടോൺഡ് മിൽക്കിലാവുമ്പോൾ 1.3% ഫാറ്റും 9% SNF. ടോൺഡ് 3, ഡബിൾ ടോൺഡ് 1.3, SNF 8.5, മറ്റേ ഡബിൾ ടോണിന്റെ ആംഗിൾ 9% SNF. Next question is the process of heating milk to 135 to 150 degrees Celsius for no hold is known as. 135 to 150 degrees Celsiusൽ മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പാസ്ചറൈസേഷൻ മെത്തേഡിൽ വരുന്നതാണ്. UHT പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. നോ ഹോൾഡിൽ വരുന്നതാണ് UHT പാസ്ചറൈസേഷൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. ഇതും പറഞ്ഞ പോലെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ വരെ ഇപ്പൊ UHT മിൽക്ക് വരുന്നുണ്ട്. 6 months വരെ റെഫ്രിജറേഷൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, ഷെൽഫ് ലൈഫ് ഉള്ള മിൽക്കാണ് UHT മിൽക്ക് എന്ന് പറയുന്നത്. സോ 135 to 150 degrees Celsius ഫോർ നോ ഹോൾഡ് ആണ് UHT മിൽക്ക് എന്നാണ് പറയുന്നത്. UHT അൾട്രാ ഹൈ ടെമ്പറേച്ചർ. Next one, according to PFA rules, butter should contain a minimum of dash percentage fat. ബട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, ബട്ടർ എന്ന് പറഞ്ഞാൽ നെയ്ക്കട്ടയാണ്. നമ്മളെ എന്താ ഫുള്ള് നെയ്യ് കൂടുതലുള്ള സാധനമായിരിക്കും. അപ്പോൾ ഒരിക്കലും 40-50% ഒന്നും വരൂല. ഇപ്പൊ വരുന്നത് 80% ആണ്. FSSAIന്റെ ഇല്ല, ഇപ്പൊ റൂൾസ് ആണ്, PFA റൂൾസ് അനുസരിച്ച് 80% ആണ് വരുന്നത്. ഇതിന്റെ കേസിൽ നമുക്ക് ബട്ടർ പഠിക്കുകയാണെങ്കിൽ FSSAIന്റെ ഇതിൽ റെഗുലേഷൻസിൽ നോക്കിയാൽ 2 തരത്തിലെ ബട്ടറിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ടേബിൾ ബട്ടറും രണ്ടാമത്തത് വൈറ്റ് ബട്ടർ ഓർ കുക്കിംഗ് ബട്ടർ. ഇതില് ഓരോന്നിനും അതായത് മോയിസ്ചർ 16% വേണം. ഫാറ്റ് കണ്ടില്ലേ 80%. ഇതിലിപ്പോ നമുക്ക് കൊടുത്ത ഓപ്ഷൻസിൽ 80ഉം 76ഉം വന്നാല് കറക്റ്റ് ബട്ടർ ഏതാന്ന് പറഞ്ഞാലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയാത്തത് കൊണ്ടും 80% ടേബിൾ ബട്ടറിനുള്ളത് കൊണ്ടും നമുക്ക് ഓപ്ഷൻ എന്തെടുക്കാൻ പറ്റും, 80% എടുക്കാൻ പറ്റും. സോ ടേബിൾ ബട്ടറിന്റെ മിൽക്ക് ഫാറ്റ് ആണ് 80%. അതേസമയം വൈറ്റ് ബട്ടറിലെ കുക്കിംഗ് ബട്ടർ എന്ന് പറയുമ്പോൾ 76.0 ആണ്, 76% ആണ്. ഇതുകൂടാതെ SNF അല്ലെങ്കിൽ സോളിഡ് നോട്ട് ഫാറ്റ് എന്ന് പറയുന്നത് 2% ടേബിൾ ബട്ടറിന്. അതുപോലെ തന്നെ സാൾട്ട് മിനിമം 3%. സോ ബട്ടറിന്റെ കേസിൽ ടേബിൾ ബട്ടറിനാണ് മോയിസ്ചർ 16%, മിൽക്ക് ഫാറ്റ് 80%, SNF 2% ആൻഡ് സാൾട്ട് 3%. അതുപോലെ തന്നെ വൈറ്റ് ബട്ടറിലെ കുക്കിംഗ് ബട്ടറിന്റെ ഫാറ്റ് മാത്രമാണ് എത്ര 76% എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ബട്ടറിന്റെ ഫാറ്റ് 80. ഇനി മിൽക്ക് ക്യാൻ കോമൺലി യൂസ്ഡ് ഇൻ കേരള ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. മിൽക്ക് ക്യാൻ നമുക്കറിയാലോ, നമ്മൾ സൊസൈറ്റിയിലൊക്കെ കാണുന്ന കുറെ ക്യാന് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അലൂമിനിയം ആണ് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അലൂമിനിയം ക്യാൻ ആണ് കേരളത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, യെല്ലോ കളർ ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു. യെല്ലോ കളർ ഓഫ് മിൽക്ക് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കെരോട്ടിൻ. അല്ലെ, കെരോട്ടിൻ ആണ് നമ്മൾ എന്താ വൈറ്റമിൻ എയിൽ വരുന്നതാണ് കെരോട്ടിൻ. അതിന്റെ കളറാണ് യെല്ലോ എന്ന് പറയുന്നത്. റൈബോഫ്ലാവിൻ്റെത് ഓറഞ്ച് യെല്ലോ കളറാണ് കേട്ടോ. കെരോട്ടിന്റെ കളറാണ് യെല്ലോ. ഈ കളർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മിൽക്കിന് യെല്ലോ കളർ കിട്ടുന്നത്. കെരോട്ടിന്റെ പ്രസൻസ് ആണ്.
നെക്സ്റ്റ് വൺ ബോയിലിംഗ് പോയിന്റ് ഓഫ് മിൽക്ക്. ബോയിലിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, കാരണം ഈ ബോയിലിംഗ് ഇത് PSCന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇത് തന്നെയായിരിക്കും ഓപ്ഷൻസ് ഇനി അഥവാ വന്നാലും വരാനുള്ള. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പലതിലും ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം വരുന്നുണ്ട്, പല ബുക്സിലും പല ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക. 80% വാട്ടർ ഉള്ള ഒരു സാധനമാണ് വെള്ളം. അപ്പോൾ വെള്ളത്തിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിന്റെ നേരെ മുകളിലായിരിക്കും അതിന്റെ പെർസെൻറ്റേജ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് ആലോചിക്കുക. സോ ആൻസർ ഈസ് 100.17 ആണ്. 100.17 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് മിൽക്ക് ഒബ്റ്റൈൻഡ് ഫ്രം മദർ കൗ സൂൺ ആഫ്റ്റർ കാവിംഗ്. പ്രസവ ശേഷം ആദ്യമായിട്ട് പശുവിൽ നിന്ന് വരുന്ന ആ മിൽക്കിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ എന്താണെന്ന ചോദ്യം. കൊളസ്ട്രം ആണ്. മിൽക്ക് നമ്മൾ മാർക്കറ്റ് മിൽക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് 5 days ബിഫോറും 15 days ആഫ്റ്റർ എന്നുള്ള ഒരു കൊളസ്ട്രത്തിന്റെ കാവിങ്ങിന് ശേഷം എന്നുള്ളതും ഇപ്പൊ കൊളസ്ട്രോം പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ സോ കൊളസ്ട്രം ഈസ് ടേംഡ് ആസ് ഫസ്റ്റ് മിൽക്ക് ഒബ്റ്റൈൻഡ് ഫ്രം മദർ കൗ. നെക്സ്റ്റ് വൺ, കെസീൻ. കെസീൻ ആണ് അല്ലെ, മിൽക്ക് പ്രോട്ടീൻ ആണ് കെസീന്. അപ്പൊ ആ കെസീൻ എന്താ സാധനം എന്നാണ് ചോദിക്കുന്നത്. മിൽക്ക് പ്രോട്ടീൻ ആണ് കെസീന്. സോ ഇറ്റ് ഈസ് എ ഫോസ്ഫോ പ്രോട്ടീൻ. കെസീൻ ഈസ് എ ഫോസ്ഫോ പ്രോട്ടീൻ. അതായത് കെസീന്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിലുള്ള, പ്രോട്ടീന്റെ കൂടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ടാവും. ആ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൽ ഏതായിരിക്കും? ഫോസ്ഫേറ്റ് ആയിരിക്കും. കെസീന്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഏതാണ്? ഫോസ്ഫേറ്റ് ആണ്. സോ കെസീൻ ഈസ് എ ഫോസ്ഫോ പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ, pH ഓഫ് മിൽക്ക് ഈസ് റേഞ്ച് ഫ്രം. pH ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 6.7 ആണ്. എത്രയോ വട്ടം ചോദിച്ച ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. pH ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 6.7 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസ്. സ്റ്റാർച്ചിന്റെ പ്രസൻസ് എന്തിൽ ആലോചിക്കുമ്പോൾ അപ്പോഴാലോചിക്കുക അത് അയഡിൻ ആയിരിക്കും. സ്റ്റാർച്ചിന്റെ ഒരുവിധ എല്ലാ ടെസ്റ്റിലും സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് വരുന്നത് അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ടാണ്. മിൽക്കിലുള്ള സ്റ്റാർച്ചും അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് സ്റ്റാർച്ച് അയഡിൻ സൊല്യൂഷൻ. സോ ഓക്കെ അല്ലേ? ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈസി ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. ഒന്നും ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലില്ലാന്ന് തോന്നുന്നുണ്ട്. കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നതാണിത്. സോ താങ്ക് യു.